ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിർഭയ സെൻറ്റർ ഫോർ ലേണിംഗ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ കൊമേഴ്സിലും മറ്റേ ഹ്യൂമാനിറ്റീസിലും ഒക്കെയാണ് നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നത്. എക്കണോമിക്സ് നമുക്കൊരു പുതിയ സബ്ജക്റ്റാണ് അല്ലേ. നമ്മൾ ഇതുവരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മൾ കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്കണോമിക്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് കുറേ വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ എക്കണോമി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ എക്കണോമിക്സ് പഠിക്കുന്നതിനോട് ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതൊക്കെ ഇങ്ങനെ നടക്കാനുള്ള റീസൺസ് എന്താണ്, അങ്ങനെ കുറച്ചുകൂടി നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യത്തിനെയൊക്കെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെക്കുറിച്ച് പഠിക്കുന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് ഇനി എക്കണോമി എന്ന് പറയുന്നത്. എന്താണ് ഈ എക്കണോമി എന്ന് പറയുന്നത്? അപ്പോൾ വളരെ സിമ്പിൾ ടേംസിൽ നമ്മളിപ്പോൾ ഒരു ഫ്രഷേഴ്സ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്കണോമി എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസെപ്ഷൻ, ഇങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമി എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസെപ്ഷൻ. പ്രൊഡക്ഷൻ പറഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കുക. കൺസെപ്ഷൻ പറഞ്ഞാൽ നമ്മൾ തന്നെ അത് യൂസ് ചെയ്യുക, അല്ലെ, നമ്മൾ എങ്ങനെയാണ് ഗുഡ്സ് യൂസ് ചെയ്യുന്നത്. എന്താ കുറേ കാര്യങ്ങൾ, കുറേ ആക്ടിവിറ്റീസ്, ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലത്തെയാണ് നമ്മൾ എക്കണോമി എന്ന് പറയുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, ഇന്ത്യൻ എക്കണോമി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് കുറച്ച് ലിങ്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്തായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലേ, ലോകത്തെ തന്നെ വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. കുറേ രാജ്യങ്ങളായിട്ട് നമുക്ക് ട്രേഡ് ഉണ്ട്. കുറേ രാജ്യങ്ങൾ ഇന്ത്യയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ലിറ്ററസി, കുറേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സൂപ്പറാണ്. ഇന്ത്യ കുറേ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ സൂപ്പറാണ്. എഡ്യൂക്കേഷൻ സെക്ടർ സൂപ്പറാണ്. ഇന്ത്യ ശരിക്കും ഇപ്പോൾ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് അല്ലേ. അതായത് പുരോഗതിയിലേക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് അല്ലേ. എപ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ലോകത്ത് അറിയപ്പെടുന്ന ഒരു കൺട്രിയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു, ഇന്ത്യയുടെ അഗ്രികൾച്ചർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രി എങ്ങനെയായിരുന്നു, ഇന്ത്യക്ക് എത്രത്തോളം ഇൻഡസ്ട്രിയിൽ പുരോഗതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ സർവീസ് സെക്ടർ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ലിറ്ററസി എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ഹെൽത്ത് സെക്ടർ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യക്ക് ആരൊക്കെ ആയിട്ടാണ് ട്രേഡ് ഉള്ളത്, ഇന്ത്യയുടെ ട്രേഡ് എങ്ങനെയായിരുന്നു, ഇന്ത്യ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രി ആയിരുന്നു ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എക്കണോമി സൈഡിൽ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ വർഷങ്ങൾ വരെ നമ്മൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു കോളനി ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ കുറേ സിനിമകളിലൂടെയും ഹിസ്റ്ററി ബുക്കുകളിലൂടെയൊക്കെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ പഴശ്ശിരാജ പോലത്തെ സിനിമകളിലൂടെയൊക്കെ. അപ്പം നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നല്ലോണം ചൂഷണം ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ. അവരുടേതായിട്ടുള്ള പ്രോഫിറ്റിന് മാത്രം, അല്ലെങ്കിൽ അവരുടേതായിട്ട് ഗുണത്തിന് മാത്രം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് കൊണ്ടുവന്ന കുറേ നിയമങ്ങളും അന്ന് അവരെടുത്ത കുറേ തീരുമാനങ്ങളൊക്കെ ഇന്ത്യൻ എക്കണോമിയെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം നോക്കുന്നത്, ബ്രിട്ടീഷുകാർക്ക് ആ സമയത്ത് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, 2 ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? ടു മേക്ക് ഇന്ത്യ എ മാർക്കറ്റ് ഒരു കൺസ്യൂമർ ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്. ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലേ, ബ്രിട്ടീഷുകാർ ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെ ഒരു കൺസ്യൂമർ, അതൊക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എന്തിനെ മാറ്റുക, ഇന്ത്യയെ മാറ്റുക.
പ്ലസ് എന്താണ്, സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ. അവർക്ക് അവിടെ കുറേ ഗുഡ്സ് ഉണ്ടാക്കണം അല്ലേ, അതിന് കുറേ സാധനങ്ങൾ വേണം. അതൊക്കെ നൽകുന്ന ഒരു രാജ്യമായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ നൽകുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ത്യയെ യൂസ് ചെയ്യുക. ഈ റോ മെറ്റീരിയൽ എന്ന് പറയുന്ന വാക്ക് എന്താണ്, നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം. ഇപ്പോൾ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, കുറേ പച്ചക്കറികൾ വേണം, കുറച്ച് മസാലപ്പൊടികൾ വേണം, വെള്ളം വേണം, ചട്ടി വേണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് റോ മെറ്റീരിയൽ എന്ന് പറയാം. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ബ്രിട്ടൻ ഇൻഡസ്ട്രീസിൽ ഇപ്പം ക്ലോത്ത് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ യൂട്ടൻസിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇവർക്ക് എന്താണ്, കുറേ ഇത് വേണം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഇൻഡിഗോ, കോട്ടൺ, ജൂട്ട്, ഇങ്ങനെ സ്പൈസസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, സ്പൈസസ് കണ്ടിട്ടാണ് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് വന്നത്. അതുപോലെ നമ്മൾ ഇൻഡിഗോ റിവോൾട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അവർക്ക് അവിടെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സും അല്ലെങ്കിൽ കുറച്ച് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന ഒരു കൺട്രി ആയിട്ടും, പ്ലസ് അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വിൽക്കാനായിട്ടുള്ള ഒരു കൺട്രി ആയിട്ടായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇന്ത്യയെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇന്ത്യൻ എക്കണോമിക്ക് പ്രോഗ്രസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. കാരണം അവിടെ നമ്മൾ അവർക്ക് സാധനങ്ങൾ അയച്ചു കൊടുക്കും, നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൊഡക്ഷനും ഉണ്ടാവുന്നില്ല, നമ്മുടെ അവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നില്ല, നമ്മുടെ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, നമ്മുടെ അവിടെ കൂടുതൽ പോവർട്ടി ഉണ്ടാവുന്നു, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ. അത് മാത്രമല്ല, നമുക്കറിയാം അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ചീപ്പായിരുന്നു, വില കുറഞ്ഞതായിരുന്നു. അപ്പോൾ ആ വില കുറഞ്ഞ പ്രൊഡക്റ്റുമായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ്സ് ഒന്നും എന്താകാൻ പറ്റില്ല, നമുക്ക് വിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കുറേ ഇൻഡസ്ട്രീസ് ഒക്കെ ഇല്ലാണ്ടായി പോയി, കുറേ ആൾക്കാർ പാവപ്പെട്ടവരായിട്ട് പോയി, പോവർട്ടി ആയി, മൊത്തം വളരെ ഒരു ശോചനീയമായ അവസ്ഥയായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ. അപ്പം ഈ രണ്ട് ഉദ്ദേശം, അതായത് ഇന്ത്യൻ എക്കണോമിയെ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റാക്കുക, പ്ലസ് അവർ അവരുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ള റോ മെറ്റീരിയലിൻ്റെ സപ്ലയർ ആക്കുക. ഇങ്ങനെ രണ്ട് ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ആ സമയത്ത് ഭരിച്ചിരുന്നത്. അവരുടെ പോളിസീസൊക്കെ അത് ഇതായിട്ടായിരുന്നു, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വളരെ അധികം പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു. കുറേ രാജ്യങ്ങളുമായിട്ട് ട്രേഡൊക്കെ ഉള്ള, അല്ലെങ്കിൽ കുറേ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ആയിരുന്നു. കുറേ അഗ്രികൾച്ചർ പ്രൊഡക്ഷനുള്ള, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഇന്ത്യയുടെ നമുക്ക് ഇന്ത്യയുടെ ആ സമയത്ത് മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു അല്ലേ. നമ്മൾ ഈ സ്പൈസസും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള കൺട്രീസിലൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് അല്ലേ, നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളില്ലേ, അതെല്ലാം വേൾഡ് ഫേമസ് ആയിരുന്നു. വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയിരുന്നു ഇന്ത്യ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് വളരെയധികം സ്വയം പര്യാപ്തത, എല്ലാം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കുറേ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്ന, നല്ല പ്രൊഡക്ഷനും നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു കൺട്രി ആയിരുന്നു. ഗ്രോത്തും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ വന്ന ശേഷം അവർ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പൊന്നും ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പമില്ല. പിന്നെയൊക്കെയാണ് നമ്മൾ ഇന്ത്യ എന്നുള്ളൊരു കുറച്ചുകൂടി നമ്മൾ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇന്ത്യ എന്നുള്ളൊരു സങ്കല്പമൊക്കെ വരുന്നത് കേട്ടോ. ഒരു എക്സ്ട്രാ ഇൻഫർമേഷനായി പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാർ മുന്നുണ്ടായിരുന്ന ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ഇന്ത്യ എങ്ങനെയാക്കി മാറ്റി, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ടു ഫോൾഡ് ഒബ്ജക്റ്റീവ് ഓഫ് ബ്രിട്ടീഷേഴ്സ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ ഇന്ത്യയെ മാറ്റി. ഇനി ആ സമയത്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് 9ലും 10ലും ഒക്കെ നമ്മൾ ചെറുതായിട്ട് നാഷണൽ ഇൻകം എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാനായിട്ട് നാഷണൽ ഇൻകം എന്താണെന്ന് പറയാം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കൺട്രിയുടെ ഇൻകം, അതായത് നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് GDP എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും GDP ഇത്രയാണ്, ഇന്ത്യയുടെ GDP ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? അപ്പം GDP എന്ന് പറഞ്ഞു വെച്ചാൽ
ഒരു കൺട്രിയിൽ ഒരു വർഷത്തിൽ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ മാർക്കറ്റ് വാല്യൂ പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു ബുക്ക് വാങ്ങിച്ചു, ആ ബുക്കിന് 10 രൂപയാണെങ്കിൽ ആ ബുക്കിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. ഇത് ഒരു ലാപ്ടോപ്പ് നമ്മൾ പോയിട്ട് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു, അപ്പോൾ അതിൻ്റെ ഒരു 60,000 60,000 ആയെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്താണ്? 60,000. അതായത് മാർക്കറ്റിൽ എത്ര വിലയാണ് ആ പ്രൊഡക്റ്റിന്, അതാണ് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ GDP എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു കൺട്രിയിൽ ഒരു വർഷം എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? GDP എന്ന് പറയാം. ഈ GDP വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എന്തിനാണ് നമ്മൾ ഈ GDP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൺട്രിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് GDP കൂടുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മൾ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മുടെ എക്കണോമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മുടെ ഒരു പുരോഗതിയല്ലേ കാണിക്കുന്നത്. ഇതേസമയം GDP കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുന്നുണ്ട്, അതിനെയാണ് GDP അത് ഡിക്ലൈനാണ് കാണിക്കുന്നത്. അത് നമ്മുടെ എക്കണോമിക്ക് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മുടെ എക്കണോമിക്ക് പുരോഗതിയാണോ ഉണ്ടാവുന്നത് അതോ നമ്മുടെ എക്കണോമി പിന്നെയും ഡിക്ലൈൻ ചെയ്തിട്ടാണോ പോകുന്നത്, താഴ്ന്നാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ GDPയും നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ +2 പഠിക്കും. പക്ഷേ ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിൽ നമ്മൾ ഇത്രയെങ്കിലും GDPയെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് ആരും ഈ നാഷണൽ ഇൻകം ഒന്നും കാൽക്കുലേറ്റ് ഒന്നും ചെയ്യാറില്ല. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ എക്കണോമിയിൽ പുരോഗതി ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് കുറച്ച് ആൾക്കാർ, ആ സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് ഇന്ത്യൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഈ നാഷണൽ ഇൻകം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാൽക്കുലേറ്റ് ചെയ്തത് മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ദാദാബായ് നൗറോജി, വില്യം ദിക്ബായ്, ഫിന്ദ്ലെ ഷിറാസ്, VK.RV റാവു. ഇങ്ങനെ കുറേ ആൾക്കാർ ആ സമയത്ത് നമ്മുടെ എക്കണോമിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നാഷണൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ VK.RV റാവു കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ ഇൻകമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ഓരോ സെക്ടറുകളായിട്ട് പഠിക്കാൻ പോകും. അഗ്രികൾച്ചർ സെക്ടറിൽ എന്ത് നടന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്ത് നടന്നു, അതുപോലെ സർവീസ് സെക്ടറിൽ എന്ത് നടന്നു, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, നമ്മുടെ ഹെൽത്ത് എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ സെക്ടേഴ്സായിട്ട് നോക്കും. ഇപ്പം നമ്മൾ വളരെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊക്കെ വായിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് ഒക്കെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. താങ്ക് യു.